പത്തനംതിട്ട ചെന്നീർക്കരയിലെ വയോജന കേന്ദ്രത്തിൽ കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ വിശ്വാസികളെ തടഞ്ഞു. വയോജന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓമല്ലൂരിലെ എലോഹിം വർഷിപ്പ് സെന്ററിലെത്തിയ വിശ്വാസികളെ തടഞ്ഞത് സംഘർഷത്തിനും വാക്കേറ്റത്തിനും കാരണമായി. അനുമതിയില്ലാതെയാണ് ആരാധനാലയം പ്രവർത്തിക്കുന്നതെന്ന് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. എന്നാൽ പകപോക്കലാണ് നടക്കുന്നതെന്നാണ് വർഷിപ്പ് സെന്റർ ഭാരവാഹികളുടെ നിലപാട്. കുട്ടികൾക്ക് നേരെയുണ്ടായ പീഡനത്തിൽ പ്രതിഷേധിച്ച് ചെന്നീർക്കര പഞ്ചായത്തിലെ സ്നേഹത്തണൽ വയോജന കേന്ദ്രത്തിനെതിരെയാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. സെന്ററിന്റെ പ്രാർത്ഥനാ കേന്ദ്രമായ ഓമല്ലൂർ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ രാവിലെ എത്തിയതോടെ സെന്ററിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുതെന്നും സെന്റർ തുറന്നു നൽകണമെന്നും വിശ്വാസികൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഞങ്ങളത് കോർട്ടിനെ സമീപിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു ആരാധന പണിയാൻ. എന്നിട്ടും അത് തടസ്സപ്പെടുത്തിയ പഞ്ചായത്താണ്. ആ മേഡം ഒരുപാട് മാനസികമായി ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ നീതിപീഠം അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് തരുമെന്നറിയാം. കുട്ടികളെ പീഡിപ്പിച്ച സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സെന്റർ അടച്ചുപൂട്ടണമെന്നുമാണ് ആക്ഷൻ കൗൺസിലിന്റെ നിലപാട്. അപ്പം ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് ഒരിക്കലും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിനെതിരെ അല്ല. ഈ ബിനു വാഴമുട്ടത്തിന്റെ പ്രാർത്ഥനയോ ഇവിടെ നടത്തുന്ന സംഭവങ്ങളെ ഒന്നുമല്ല. ബിനു വാഴമുട്ടം എന്ന വ്യക്തിയുടെ നടപടികൾക്കെതിരെയാണ്. ഇദ്ദേഹത്തെ പന്തളത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് രാത്രിയിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന് പിടിച്ചതിന്റെ തെളിവ് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അന്ന് നാട്ടുകാർ കൈയോടെ പിടിച്ചു. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയില്ല. കാരണം സാങ്കേതികമായി മുഴുവൻ സംവിധാനങ്ങളും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. വിശ്വാസികളെ പ്രാർത്ഥനയ്ക്കായി സ്ഥാപനത്തിൽ പ്രവേശിപ്പിച്ചു. രണ്ട് സ്ഥാപനത്തിന്റെയും നടത്തിപ്പുകാരൻ പാസ്റ്റർ ബിനു വാഴമുട്ടമാണ്. അനുമതിയില്ലാതെയാണ് ആരാധനാലയം പ്രവർത്തിക്കുന്നതെന്ന് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ പകപോക്കുകയാണെന്നും സ്ഥാപനത്തിന്റെ പേര് നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നെന്നുമാണ് വിശ്വാസികളുടെ ആരോപണം. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.